ഈ ക്രിസ്മസ് കാലത്ത് കുറേ അക്രമ സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ വലിയ തോതിൽ ചർച്ചയായിരുന്നു അല്ലെ. നമ്മൾ എത്രയോ തവണ പറഞ്ഞതാണ് എന്തിനു വേണ്ടിയാണ് ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഒരു വേളയെങ്കിലും ചിന്തിച്ചു പോയിട്ടില്ലേ. അങ്ങനെയുള്ള ഇടത്ത് നമ്മുടെ കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ ഉണ്ടാകുന്ന ചില നല്ല പ്രവൃത്തികൾ ഇതാ നിങ്ങൾ നോക്കൂ, ഇങ്ങനെയാണ് മനുഷ്യരാവേണ്ടത് എന്ന രീതിയിൽ നമ്മൾ ചില ഉദാഹരണം അങ്ങ് മുന്നിലേക്ക് വെച്ചു പോകും. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്, വലിച്ചു നീട്ടുന്നില്ല. അതായത് ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് ക്രിസ്തീയ ദേവാലയത്തിൽ ഒരുക്കിയ സ്വീകരണത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. പത്തനംതിട്ട തുമ്പമൺ മാർത്താ മറിയം ഓർത്തഡോക്സ് ഭദ്രാസന ദേവാലയത്തിൽ പ്രാർത്ഥിച്ചിറങ്ങിയ തീർത്ഥാടകർ തിങ്കളാഴ്ച വൈകുന്നേരമായിരിക്കും ശിവഗിരിയിലെത്തുക. മനുഷ്യരെല്ലാം ഒന്നാണ്, അതാണ് നമ്മുടെ മതം. ഗുരുവിന്റെ വാക്കുകളെ ശിരസാ വഹിച്ചാണ് ക്രിസ്തീയ വിശ്വാസികൾ തീർത്ഥാടകരെ വരവേറ്റത്. വാക്കിലും വിചാരത്തിലും പ്രവൃത്തിയിലുമുള്ള ഭാവഭേദങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മനുഷ്യരെല്ലാം അദ്വൈത സത്യത്തിന്റെ സ്ഫുരണങ്ങളാണെന്ന ഗുരുചിന്ത തന്നെയാണ് ഇവിടെ അന്വർത്ഥമാകുന്നത്. യാത്രയ്ക്ക് കേരളത്തിന്റെ ഒരു പ്രത്യേക അനുഭവം നിങ്ങൾ യാത്രയിലൂടെ നിങ്ങൾ ഈ ലോകത്ത് നോക്കുന്ന എല്ലാവരും ആത്മസഹോദരങ്ങളെന്ന ഗുരുചിന്തയും ഇവിടെ തെളിയുന്നുണ്ട്. ഈ തീർത്ഥാടനം മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യത്തെ വിളിച്ചോതുന്നു. ജാതി വ്യവസ്ഥകളും മറ്റും ഇന്ന് വളരെയധികം നമ്മുടെ ഭാരതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ എന്താണ് മനുഷ്യനെന്ന് യഥാർത്ഥമായ ഒരു മുഖം, ആ മനുഷ്യൻ്റെ ആ സാഹോദര്യത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, പരസ്പര സ്നേഹത്തെക്കുറിച്ച്, കരുതലിനെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണ് ഈ പദയാത്ര നൽകുന്നത്. ഇലവുംതിട്ട മൂലൂ സ്മാരകത്തിൽ നിന്നും പുലർച്ചെ 5:30 പദയാത്ര തുടങ്ങിയത്. മറ്റ് 6 സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് തീർത്ഥാടകർ തുമ്പമൺ മർത്തമറിയം ഓർത്തഡോക്സ് ഭദ്രാസന ദേവാലയത്തിൽ എത്തിയത്. സകല മതങ്ങളും ഒന്നാണെന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ മതങ്ങൾക്കതീതമായി മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്ത ഗുരുവിൻ്റെ സന്ദേശം പ്രാവർത്തികമാക്കിക്കൊണ്ട് അത് ലോകത്തിന്, സമൂഹത്തിന് നൽകുന്ന ഒരു പദയാത്രയായി ഈ പദയാത്ര മാറുമ്പോൾ ഈ ദേവാലയത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വീകരണം ഞങ്ങൾക്ക് കൂടുതൽ ഊർജം നൽകുന്നു. തീർത്ഥാടന സമ്മേളന വേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ഗുരുദേവ പഞ്ചലോക വിഗ്രഹവും വഹിച്ചാണ് പദയാത്ര. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. പത്തനംതിട്ടയിൽ നിന്നും CK അഭിലാൽ തന്നെ നമ്മുടെ കൂടെയുണ്ട്. അഭിലാൽ, ഒരുപക്ഷെ ഇങ്ങനെ ഒരു കാര്യം നമ്മളിപ്പോൾ പറയുന്നത് അത് ഒരുപാട് പ്രസക്തി ഉണ്ടാക്കുമല്ലേ? കാരണം അത്രത്തോളം ഒരുപക്ഷെ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത പല സംഭവങ്ങളും പലയിടങ്ങളിലും നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കും അത്. ക്രിസ്മസിന്റെ സന്ദേശവും ഗുരുദേവന്റെ സന്ദേശവും ഒരേപോലെ കുറേ മനുഷ്യരിലേക്ക് എത്തിക്കുകയാണ്. അത് സമൂഹത്തിന് മുന്നിലേക്ക് വലിയൊരു വെളിച്ചമായി മാറുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ ഈ സംസാരിക്കാൻ പോകുന്നത്. ശിവഗിരി തീർത്ഥാടന പദയാത്രയുടെ തുടക്കം പത്തനംതിട്ട ഇലവുംതിട്ടയിലാണ്. 1932 ഡിസംബർ മാസം 24 ഗുരുവിൻ്റെ പ്രധാന ശിഷ്യരിൽ ഒരാളായ സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ കുടുംബ വീട് കേരളവർമ്മ സൗധത്തിൽ നിന്നായിരുന്നു അതിൻ്റെ ആരംഭം. ആദ്യഘട്ടത്തിൽ 5 പേരാണ് ആ യാത്രയുടെ ഭാഗമായത്. പിന്നീട് വർഷം ഓരോന്ന് കഴിയുന്തോറും നാനാ ദിക്കിൽ നിന്നായി ആയിരക്കണക്കിന് പദയാത്രകളാണ് ശിവഗിരിയിലേക്ക് നീങ്ങുന്നത്. മൂലൂരിൽ നിന്നും കാലങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയ ഈ പദയാത്രയ്ക്ക് തുമ്പമൺ മർത്തമറിയം ഓർത്തഡോക്സ് ദേവാലയത്തിൽ സ്വീകരണം ഒരുക്കാറുണ്ട്. കടന്നു വരുന്ന ആളുകളൊക്കെ തന്നെ പള്ളിയിൽ ചെല്ലുകയും അവിടെ ആരാധനയുടെ ഭാഗമാവുകയും ചെയ്യുന്നു. പിന്നീട് മെഴുകുതിരി തെളിക്കുകയും കാഴ്ച അർപ്പിച്ച ശേഷം പ്രാർത്ഥനയോടുകൂടി മടങ്ങുകയും ചെയ്യുന്നതാണ് കാണാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇപ്പോൾ ഒത്തൊരുമയുടെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയൊക്കെ സന്ദേശം പകരുന്ന ക്രിസ്മസ് കാലമാണിത്. അതോടൊപ്പം തന്നെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ശ്രീനാരായണ ഗുരുവും ഓരോ മനുഷ്യരിലേക്കും എത്തിച്ചിരിക്കുന്ന സന്ദേശം. ഇതെല്ലാം കൂടെ ഒത്തുചേരുന്ന വലിയൊരു ഉദാഹരണം തന്നെയാണ് ഈ സമയം നമ്മൾ മുന്നിലേക്ക് വെച്ചതും. ഈ ഒരു ഘട്ടത്തിൽ അതിന് അത്രത്തോളം വലിയ പ്രസക്തിയുമുണ്ട്. CK അഭിലാലാണ് നമ്മളടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്.